നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായി ആശാപ്രവർത്തകർ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. സമരവും ചർച്ചയും ഒക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഈ ഉദ്യോഗസ്ഥതല ചർച്ച നടത്തിയതിനു ശേഷം ആശാപ്രവർത്തകർ ആകെ ഒരു വലിയ പരിഭ്രാന്തിയിലായിരുന്നു. അവർ പലതരത്തിലുള്ള പലതും ഏറെ വികാരനിർഭരവുമായിരുന്നു. അത്തരം പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. അതെ, അതിൽ നമ്മുടെ കാര്യമൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നിരാഹാര പ്രതിഷേധം തന്നെ. നാളെ ശക്തമായ പ്രതിഷേധമായിരിക്കും. ഞങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടാതെ ഞങ്ങൾ നിർത്തൂല. 38 ദിവസമായി വെയിലെന്നില്ല, മഴയെന്നില്ല. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കിടന്ന് മഴ ഇന്നലെ പോകാൻ പറ്റുമോ? 38 ദിവസമായിട്ട് അവർ ചുമ്മാ അഴിച്ചു പോകാൻ പറഞ്ഞാൽ അഴിച്ചു പോകാൻ പറ്റുമോ? അപ്പോൾ അവര് ഡിമാൻഡുകൾ അംഗീകരിക്കണ്ടേ? ചർച്ചയിൽ ഈ NHM ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് മന്ത്രി എന്താണ് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും ദിവസമായിട്ട് എന്നാലും ശുഭപ്രതീക്ഷയാണ്. നമ്മുടെ ന്യായമായ ആവശ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ അനീതിയായിട്ടുള്ള ആവശ്യങ്ങളല്ല. ഒരു ദിവസം ഒരു 700 രൂപ വേതനം എന്ന് പറയുന്നത് തുച്ഛമായ വേതനം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. അനീതിയല്ല, ന്യായമായിട്ടുള്ളതാണ്. ഒരു ദിവസം 700 രൂപ വേതനം എന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശമാണ്, അല്ലാതെ അനീതിയായിട്ട് ചോദിക്കുന്നില്ലല്ലോ. 1 കിലോ എണ്ണയ്ക്ക് 300 രൂപ. കൊച്ചമ്മേരെ വീട്ടില് വേല ചെയ്തതിന്റെ പൈസയല്ല ഞങ്ങൾ കേൾക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ ഒരു ശമ്പളമാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അത് അവർ തന്നേ പറ്റുള്ളൂ. ആശാപ്രവർത്തകരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി അമൽ തേനമ്പറമ്പിലുമുണ്ട്, ഒപ്പം ഗോകുൽനാഥുമുണ്ട്. ആദ്യം നമുക്ക് ഗോകുലിലേക്ക് പോകാം. ഗോകുൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമര പന്തലിന് സമീപത്താണുള്ളത്. ഗോകുൽ, ഒരു 1.5 മണിക്കൂർ മുമ്പ് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടത്. NHM ഡയറക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന നിലയ്ക്ക് വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് അവരവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് ചങ്ക് തടിച്ച് കരയുന്ന മനുഷ്യരെ കൂടി നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർക്ക് വലിയ ആശ്വാസമായി ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ ഒരു ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കപ്പെട്ടത്. ആ ചർച്ചയെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് അവിടുത്തെ ആശാവർക്കർമാർ കാണുന്നത്? മധു, ഇവർക്ക് വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം മുൻപ് മന്ത്രിസഭാ തലത്തിൽ ഉണ്ടായിരുന്ന ചർച്ചകളൊക്കെ എങ്ങനെയാണ് പര്യവസാനിച്ചതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം ഇവരുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ പലതരത്തിൽ ഇത്തരത്തിൽ സമവായ ചർച്ചകൾ വിളിച്ചെങ്കിലും ഈ സമവായ ചർച്ചകളൊക്കെ അലസിപ്പിരിയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇവരുടെ ഓണറേറിയം തുക വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കുടിശ്ശികയുള്ള തുക നൽകാനോ ഒന്നും ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. രണ്ടാം ഘട്ട ചർച്ചയിലാണ് ഇത്തരത്തിൽ ഈ ഓണറേറിയം തുക, കുടിശ്ശികയുണ്ടായിരുന്ന തുക നൽകാൻ തയ്യാറാകുകയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി ഇവരുടെ ഈ ദുരിത ജീവിതം, ആദ്യം ഈ NHM കീഴിൽ ഇത്തരത്തിൽ ഈ ഒരു ആശാപ്രവർത്തകർ എന്നുള്ള ഒരു പദ്ധതി മുൻപോട്ട് പോകുമ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ശമ്പള പരിഷ്കരണം, ശമ്പള വേതനത്തിലാണ് ഇപ്പോഴും ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാലഹരണപ്പെട്ടതാണ്. ആ കാലഹരണപ്പെട്ട ഓണറേറിയം തുകയിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് ശമ്പളം ഉയർത്തണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് 21,000 രൂപയായി ഉയർത്തണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 38 ദിവസമായി ഇവിടെ സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം നടക്കുകയാണ്. ഈ സമരം ഓരോ ഘട്ടത്തിലും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. കനത്ത വെയിലാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ MC റോഡ് അനുഭവപ്പെടുന്നത്. ഒപ്പം ഈ വാഹനങ്ങളുടെ വലിയ തിരക്കുമൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നിൽ ഈ കാണുന്നത് പോലെ തന്നെ കുടയിൽ ചൂടിയിരിക്കുന്ന ഓരോ കുടയ്ക്ക് കീഴിലും 5-6 പ്രവർത്തകരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിലുമൊക്കെ അവർ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്നുള്ളതൊന്നും അവരുടെ സമരം എങ്ങനെയായിരുന്നു എന്നും അവരുടെ സഹനവും നമ്മൾ കണ്ടതാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇനി വരുന്ന ഘട്ടങ്ങളിലെ സമരം എന്നുള്ളതെന്ന്. ഈ സമരം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? സമരം വളരെ ശക്തിയായിട്ട്, ഇതിനെക്കാട്ടും ഇരട്ടി ശക്തിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് പോകത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല ഈ സർക്കാരിനെ കരുതിയിരുന്നത്. ഞങ്ങൾ വന്ന് ഇത്രയും ദിവസമായപ്പോൾ ഞങ്ങൾ ഇത്രയും നീണ്ടു പോകുമെന്ന് കരുതിയില്ല. 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇപ്പോൾ 2-3 ചർച്ചയ്ക്ക് വിളിച്ചിട്ടും സ്ത്രീകളായ ഞങ്ങളെ പരിഹസിച്ച് അവഹേളിച്ച് ഒരു സ്ത്രീ പക്ഷ സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന് ലജ്ജ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ച് പരിഹസിച്ച് വിട്ടത്. പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം ജെന്യുവിനല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സർക്കാർ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരും. തന്നില്ലെങ്കിൽ നേടിയിട്ടേ ഞങ്ങൾ പോകും.
തീർച്ചയായും. ഇത്തരത്തിൽ വൈകാരികമായി കൂടെയാണ് ഇവർക്ക് പ്രതികരിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസമായി ഇവരുടെ ഈ ചർച്ചയും സമരവുമായി മുൻപോട്ട് പോകുമ്പോൾ ഇതുവരെയും ആ ചർച്ചയെ കേൾക്കാനോ ഒന്നും സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ NHM ഡയറക്ടർ വിളിച്ച ചർച്ചയിലായിരുന്നു അവർക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. NHM ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു നൽകിയെന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രിതലത്തിൽ കൂടെ ആ ചർച്ചകൾ മുൻപോട്ട് പോയാൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കലോ അല്ലെങ്കിൽ ഈ പെൻഷൻ ആനുകൂല്യം നൽകാനെങ്കിലും സാധിക്കുകയുള്ളൂ. അത് ആ ഒരു ചർച്ചയും വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചർച്ച ഇന്ന് പരാജയമാണെങ്കിൽ വീണ്ടും ഞങ്ങൾ സമരത്തിന് തന്നെയാണ്. ഡയറക്ടറുടെ ചർച്ച പരാജയമായിരുന്നു. മുൻപ് പലതവണ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഫീൽഡിൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇങ്ങനെ കയറി ഇരിക്കുന്നതുകൊണ്ട് ഫീൽഡിൽ ആളുകൾക്കുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങൾ സമരം മതിയാക്കി പോയി ഫീൽഡിൽ വർക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞെന്നറിയാമോ? സാറേ, ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാം, പക്ഷേ 21,000 രൂപ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ 38 ദിവസം ജോലി ചെയ്യാത്തതിൻ്റെ ജോലി ഞങ്ങൾ ഡബിളായിട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടാതെ ഞങ്ങൾ പോകില്ല. ഇന്ന് ഇതിപ്പോൾ ഞങ്ങൾക്കൊന്നും ചർച്ച തീരുമാനിച്ചൊന്നും ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാളെ നിരാഹാരം കിടക്കും. ഇവിടെ 4 പേര് നിരാഹാരം ഇരുന്നാൽ തന്നെ 2 പേര് അവശതയാകുകയാണ്, വീണ്ടും 2 പേര് കയറും. അങ്ങനെ അവസാനം വരെ ഞങ്ങൾ എത്ര പേര് തീരുന്നു അന്ന് വരെയും ഞങ്ങളുടെ ഈ കാര്യങ്ങൾ തീരുന്നിടം വരെ സമരത്തിരിക്കാനാണ്. ഈ ചർച്ച അലസിപ്പിരിയുകയാണെങ്കിൽ എന്തായിരിക്കും ഈ കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷന് മുൻപിലുള്ള അവർ പറയുന്നത്? വീണ്ടും നമ്മൾ സമരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം 38 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ, ഇനിയും ഒരു 365 ദിവസം കിടന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. മാധു, എന്തായാലും സമരം ശക്തിപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം. കാരണം കഴിഞ്ഞ 38 ദിവസം എന്നുള്ളതിനല്ല, അതിനപ്പുറത്തേക്ക് ഈ NHM ഈ ആശാപ്രവർത്തകർ എന്നുള്ള ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ പദ്ധതി മുൻപോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നതാണ്. എത്ര കാലഘട്ടമായിട്ട് അവർ ഉന്നയിക്കുന്നതാണ്. ഒന്നുകിൽ പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് എന്ന നിലയ്ക്ക് തന്നെ അവരുടെ നയം വ്യക്തമാക്കുകയാണ്. അവർ നയം വ്യക്തമാക്കുന്നത്, അതായത് ഒരുപാട് പ്രതിഷേധമുള്ള വാക്കുകൾ പറയുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഗോകുല് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ കുറേ വലിയ ബാധ്യതകളുടെയും സംഘടനകളുടെയും ഒരു കെട്ട് അഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. അമൽ തേനമ്പറമ്പിൽ കൂടിയുണ്ട്. അമൽ ചർച്ചയുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. അമൽ, കാത്തിരുന്നൊരു ചർച്ചയാണ്, ഞങ്ങളോട് ആരും ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നവർ പറഞ്ഞ് നമ്മൾ കണ്ടു. ഒടുവിൽ ഇന്ന് നടന്ന കുറേ കാര്യങ്ങളും അതിനിപ്പുറത്തേക്ക് ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ആരോഗ്യമന്ത്രിയും ആശാവർക്കർമാരുമായുള്ള ചർച്ച ഏകദേശം 3/4 മണിക്കൂറോളം ആവുകയാണ്. ഈ ചർച്ചയിൽ ഒരു ആശാവഹമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇന്ന് രാവിലെ ഒരു ചർച്ച നടന്നിരുന്നു. NHM ഡയറക്ടറുമായിരുന്നു ആ ചർച്ച. ആ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് വരേണ്ടിയിരിക്കുന്നത്, നയപരമായ തീരുമാനങ്ങളാണ് വരേണ്ടത്. ആ തീരുമാനമെടുക്കാൻ കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല NHM ഡയറക്ടർ എന്ന് പറയുന്നത്. പ്രതിദിന ഇവരുടെ വേതനം ഈ 232 രൂപയിൽ നിന്നും 700 ആക്കി വർദ്ധിപ്പിക്കണം. പ്രതിമാസ വേതനം 21,000 ആക്കണം. അതോടൊപ്പം തന്നെ പെൻഷൻ അനുവദിക്കണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും തീരുമാനം പറയാൻ പറ്റുന്ന ഒരാളല്ല NHM ഡയറക്ടർ. NHM ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിൽ ആകെ ചർച്ചയായത് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമൊരുക്കുന്ന വിഷയം മാത്രമാണ്. അത് ചെയ്തു തരാമെന്നുള്ള കാര്യം ഡയറക്ടർ ഉറപ്പ് നൽകി. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആശാവർക്കർമാർ അവിടെ നിന്നും മടങ്ങിയത്. അതിനുശേഷമാണ് ആശാവർക്കർമാരുമായി മന്ത്രി തന്നെ നേരിട്ട് കൂടിക്കാഴ്ച നടത്താം എന്നൊരു തീരുമാനമുണ്ടാകുന്നത്. 3 മണിക്കാണ് ആദ്യം ചർച്ച പറഞ്ഞിരുന്നതെങ്കിൽ കൂടി പിന്നീട് അത് 3:30 മാറ്റി. 3:30 തന്നെ ആശാവർക്കർമാർ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി. നിയമസഭയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം തന്നെ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ഇവരുടെ ആവശ്യങ്ങളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്ത് അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ ആരോഗ്യവകുപ്പ് എടുക്കുന്ന നിലപാട്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 38 ദിവസം നടത്തി വന്ന സമരം പോലെ ആകില്ല നാളെ മുതൽ സമരം എന്നുള്ള കാര്യം ആശാവർക്കർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ആളുകൾക്കിടയിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാവർക്കർമാർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഗുണകരമാകില്ല എന്നുള്ളതാണ് സർക്കാരിന്റെയും ഒരു വിജയത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായി തിടുക്കപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ എന്തായാലും സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെ ആശാവർക്കർമാർ സ്വീകരിക്കുന്നു. സർക്കാരാണെങ്കിൽ പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രശ്നപരിഹാരം ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അക്കാര്യത്തിൽ ഇപ്പോഴും അമൽ തേനമ്പറമ്പിലും വിവരങ്ങൾ നൽകിയത്.